ആന്റിക് പീസ് ആണ് ജോൺ കുട്ടി. എന്നോട് ഒരുപാട് സിനിമകൾ എന്നോട് വർക്ക് ചെയ്ത ആളാണ്. ജോൺ ഒഴിച്ച് ഇതിലെ ക്യാമറമാൻ. പിന്നെ അസോസിയേറ്റ് ശ്രീലായി, അത് പ്രാചീനാണ്. പ്രായം കൂടുന്നോറും ഷട്ടിലെ ഡിസൈൻ കൂടിയിരുന്നു ജഗദീഷേട്ടനും. അതുപോലെ തന്നെ പ്രായം കൂടുന്നോറും പുച്ഛം കൂടിയിരുന്നു പരിചയം. എന്നോടൊപ്പം വർക്ക് ചെയ്ത മറ്റൊരു കാസ്റ്റ് ആൻഡ് ക്രൂ, ഈ സെറ്റിലെ അമ്മാവൻ ഞാനായിരുന്നു. കാരണം ബാക്കി എല്ലാം ഈ ന്യൂ ജനറേഷൻ പിള്ളേരാണ്. ബേസിന്റെ പ്രായം ന്യൂ ജനറേഷൻ്റെ അല്ലെങ്കിലും ഇതുപോലെ ഗോൾഡൻ മുടി മറക്കാൻ പച്ച തൊപ്പിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. മൊത്തത്തിൽ ബേസിൽ ഇപ്പൊ ഒരു ന്യൂജൻ ഐക്കണാണ്. എനിക്ക് തോന്നി ബേസിൽ ടൊയിലോ ഇവന്മാരൊക്കെ കൂടെയാണ് എന്നെയൊക്കെ അമ്മാവനാക്കുന്നതിന്റെ പിന്നിലെ പ്രധാനികൾ. എന്നിരുന്നാലും എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. ബേസിലെ പോലെയും മനുഷ്യരെ പോലെയും നിഖിലെ പോലെയും ഒക്കെ ഒരു എനിക്ക് ശേഷം വന്നൊരു ജനറേഷൻ ഓഫ് ആക്ടേഴ്സിനോടൊപ്പം ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ. അതിനേക്കാൾ എനിക്ക് റിഫ്രഷിംഗ് ആയിരുന്നു നമ്മുടെ ആ പുറകിലിരിക്കുന്ന ഗ്രൂപ്പ്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തിട്ട് പറയുന്നില്ല. കാരണം ഈ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരെ നമ്മുടെ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ദേ കം ഫ്രം എ ഡിഫറെന്റ് വേൾഡ്. നമ്മളാണ് ശരിക്കും അവരുടെ പ്രോസസ്സിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ പെർഫോമൻസിന്റെ മീറ്ററും അവരുടെ ഡയലോഗ് പറയുന്ന രീതിയുമൊക്കെ എനിക്ക് തോന്നി ഇൻസ്റ്റഗ്രാം റീലിൽ നിന്നൊക്കെയാണ് അവരുടെ പെർഫോമൻസ് ബ്രീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു കൺവെൻഷണൽ രീതിയല്ല. ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഒരു സീൻ വായിച്ച് ഒരു പെർഫോമൻസ് ചാർട്ട് ചെയ്ത് നമ്മുടെ കൺവെൻഷണൽ രീതി അല്ല അവരുടേത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിച്ചൊരു സിനിമയാണ് ഗുരുവായൂരങ്ങൾ എന്ന് പറയുന്ന ഈ സിനിമ. സോ ഫോർ ദാറ്റ് ഐ എം ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. ഇതിന് പിന്നിൽ ഇവരോടൊപ്പം വർക്ക് ചെയ്ത ഒരു വലിയ ടീം ഓഫ് ടെക്നീഷ്യൻസ് ഉണ്ട്. എല്ലാം പുതിയ ആൾക്കാരാണ്. എനിക്കിപ്പോഴും ഓർമ്മ, ഞാൻ സെറ്റിൽ ഫസ്റ്റിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും കടന്ന് മിണ്ടാതൊക്കെ ഇരിക്കുകയാണെങ്കിലും അമ്മാവനെത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ എല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പൊ ഈ കുറെ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുകയും അവരൊക്കെ ഇത്രയും ടാലന്റഡ് ആണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിന് താങ്ക് യു ടു ഈച്ച് വൺ ഓഫ് യു. പുതിയ ആൾക്കാരുടെ ഇതിൽ എഡിറ്റർ ആന്റിക് പീസ് ആണ് ജോൺ കുട്ടി. എന്നോട് ഒരുപാട് സിനിമകൾ എന്നോട് വർക്ക് ചെയ്ത ആളാണ്. ജോൺ ഒഴിച്ച് ഇതിലെ ക്യാമറമാൻ. പിന്നെ അസോസിയേറ്റ് ശ്രീലായി, അത് പ്രാചീനാണ്. ശ്രീലാലൊക്കെ മൊയ്തി ടൈമിലൊക്കെ നമ്മുടെ അസോസിയേറ്റ് ആണ്. അപ്പോ എനിക്കൊന്ന് വിമലിന്റെ അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ ആദ്യം ശ്രീലാലിനെ പരിചയപ്പെടുന്നത് അല്ലേ? അതിന് അതിനും മുമ്പ്. അപ്പൊ അങ്ങനെ കുറച്ചു പേരെ മാറ്റി നിർത്തിയാൽ ഒരുപാട് പുതിയ ആൾക്കാരോടൊപ്പം ഉണ്ടായിരിക്കുന്നില്ല. എല്ലാവരുടെയും വർക്ക് ചെയ്യാൻ എനിക്ക് ആദ്യമേ അവസരം കിട്ടിയ ഒരു സിനിമയാണ്. സോ താങ്ക് യു. പിന്നെ പ്രായം കൂടുന്നോറും ഷട്ടിലെ ഡിസൈൻ കൂടിയിരുന്നു ജഗദീഷേട്ടനും. അതുപോലെ തന്നെ പ്രായം കൂടുന്നോറും പുച്ഛം കൂടിയിരുന്നു പരിചയം. രണ്ടുപേരും ഇവിടെ ഉണ്ട്. അതെ, രണ്ടുപേരും എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരാണ്. എന്നെ ചെറിയ കാലം മുതൽ കാണുന്ന ആൾക്കാരാണ്. രണ്ടുപേരോടൊപ്പവും ഇന്നും സജീവമായി സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ ലെസണാണ്. കാരണം ജഗദീഷ് ചേട്ടൻ ഇന്നായിരിക്കുന്ന പിള്ളേരോടൊപ്പം അഭിനയിക്കുമ്പോഴും അവരുടെ ടൈം ലൈനിലുള്ള ആക്ടറാണ്. ബൈജു ചേട്ടൻ ഇന്നും വിപിൻ ദാസിന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിപിൻ ദാസിന്റെ ഗ്രാമറിലുള്ള ആക്ടറാണ്. അതുപോലെ ആകണേ ഞാനും എന്നാണ് എന്റെ പ്രാർത്ഥന. എനിക്ക് വലിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റുള്ള ആക്ടറാണ്. കാരണം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവസാനമായി സംവിധാനം ചെയ്ത എന്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നിൽ എന്നോടൊപ്പം ഒരു മുഴുനീള കഥാപാത്രത്തിൽ അഭിനയിച്ച ആളാണ്. എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. ഇന്നിവിടെ എത്തിയതിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിൽ ഒരുപാട് സന്തോഷം. അരവിന്ദ്, ഇവിടെ ഇരിക്കുന്നവരാരും എന്നെ കണ്ടിട്ടില്ലാത്ത വളരെ റോ ആയ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്നോ ഒരു ഡയലോഗ് എങ്ങനെ പറയണമെന്നോ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ ഒന്നും അറിയാത്ത എന്നെ കണ്ട എന്റെ കോ ആക്ടറാണ് അരവിന്ദ്. എന്റെ ഫസ്റ്റ് സിനിമയിൽ ശരിക്ക് എന്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് അരവിന്ദിനെ പോലെ ആകണമെന്നാണ്. ബിക്കോസ് ഹി വാസ് സച്ച് എ ഗുഡ് ആക്ടർ ഈവൻ ബാക്ക് ദെൻ. He still is a fantastic dancer. I don't know if you know this. എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡാൻസർ ആണ്. ആൻഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ഗുണ്ടൽപേട്ടിൽ അരവിന്ദിന്റെയും നവ്യയുടെയും പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് ആ പാട്ടിന്റെ ഷൂട്ടിംഗ് കാണാൻ ഞാൻ പോയിട്ട് ഞാനിങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയാണ്. എന്റെ ദൈവമേ, ഐ നീഡ് ടു ബി ദിസ് ഗുഡ് ടു ബി ഇൻ സിനിമ എന്നുള്ളത്. സോ താങ്ക് യു ഫോർ ഇൻസ്പയറിംഗ് മീ ഫ്രം മൈ ഫസ്റ്റ് ഫിലിം. ഒരുപാട് സന്തോഷം. എല്ലാവരോടും താങ്ക് യു. ആൻഡ് ഇനിയും ഇതുപോലെ ഒരുപാട് ആഘോഷവേളകളിൽ നമുക്ക് ഒരുമിച്ചുണ്ടാകാൻ ഭാഗ്യം ലഭിക്കട്ടെ.
ഞാൻ അടുത്ത സിനിമകൾ ചെയ്യുന്ന കുറെ സംവിധായകർ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വിപിൻദാസിന്റെ അടുത്ത സിനിമ ഞാനാണ് ചെയ്യുന്നത്, നിസാമിന്റെ അടുത്ത സിനിമ ഞാനാണ് ചെയ്യുന്നത്, വിഷ്ണുവിന്റെ അടുത്ത സിനിമ ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ഈ മാർക്കറ്റുള്ള കഴിവുള്ള സംവിധായകരൊക്കെ എന്നെ വെച്ച് സിനിമ എടുക്കുമെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം. എല്ലാവരുടെ പ്രോജക്റ്റും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്ന സിനിമകളാണ്. ആ സിനിമകൾക്കെല്ലാം ഇതുപോലൊരു സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാർത്തകൾ. Thanks a lot.